ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. എനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ എൻ്റെ ദൈവജനങ്ങളെ, നിങ്ങളെല്ലാവരെയും ഈ ഉയർപ്പ് ഞായറാഴ്ചയുടെ മൂന്നാമത്തെ ഞായറാഴ്ചയിലേക്ക് ഞാൻ യേശുനാമത്തിൽ നിങ്ങളെല്ലാവരെയും ഈ വചന ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ബി ടു ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ജീസസ് ബി പ്രൈസ് നൗ ആൻഡ് ഫോർ എവർ. നമുക്ക് മലയാളത്തിൽ പറയാം, ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ ഉയർപ്പ് ഞായറാഴ്ചയുടെ മൂന്നാമത്തെ ഞായറാഴ്ചയിലെത്തിയിരിക്കുമ്പോൾ സഭാമാതാവ് നമുക്ക് തരുന്ന ഒന്നാമത്തെ വായന അപ്പോസ്തലന്മാരുടെ പ്രവർത്തനം 3-ാം അധ്യായം 13 മുതൽ 15 വരെയും 17 മുതൽ 19 വരെയുമാണ്. അപ്പോൾ ഈ 3-ാം അധ്യായത്തിലെ സംഭവം എന്താണെന്ന് അതൊക്കെ നമുക്ക് തുടങ്ങുന്നതിന് മുമ്പ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥയായി അപേക്ഷിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, ദൈവത്തിൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഈശോയോട് പ്രാർത്ഥിക്കണമേ. ആമേൻ. അപ്പോൾ ഈ അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായത്തിൽ 13 മുതൽ 15 വരെയും 17 മുതൽ 19 വരെയുള്ള വാക്യങ്ങളാണ് നമുക്ക് ഈ ആദ്യത്തെ വായനയിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പത്രോസ് അപ്പോസ്തലനും യോഹന്നാനും കൂടി 3-ാം മണിക്കൂറിൽ ഉച്ചയ്ക്ക് 3 മണിക്കാണെന്ന് തോന്നുന്നു, അത് ആ സമയത്ത് ഇങ്ങനെ ദേവാലയത്തിൽ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അപ്പോൾ പ്രാർത്ഥിക്കാൻ പോകുന്ന സമയത്ത് ആ സുന്ദര കവാടത്തിൽ ഇരുന്ന മുടന്തനായ മനുഷ്യന്, അത് അദ്ദേഹത്തിനായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഇങ്ങനെ ആ സമയത്ത് ആളുകൾ പ്രാർത്ഥിക്കാൻ പോകുന്നവരുടെ ഭിക്ഷ കിട്ടാൻ വേണ്ടി അവരോട് ഭിക്ഷയാടനം നടത്താൻ വേണ്ടി സോളമൻ്റെ മണ്ഡപത്തിനടുത്തുള്ള ആ ദേവാലയത്തിൽ ഇങ്ങനെ കിടത്തിയിരിക്കുന്ന മനുഷ്യനാണത്. അപ്പോൾ ഇങ്ങനെ പത്രോസ്ലിഹായും യോഹന്നാൻ അപ്പോസ്തലനും അങ്ങനെ പ്രാർത്ഥിക്കുന്നത് പോകുമ്പോൾ ഈ മനുഷ്യനെ കണ്ടു. ഇവർ രണ്ടുപേരും ഈ ഭിക്ഷയാചിക്കുന്ന മനുഷ്യനോട് നോക്കി അങ്ങോട്ട് ശരിക്കും. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പോൾ അതാണ് 3-ാമത്തെ അധ്യായം പറയണത്. അപ്പോസ്തല പ്രവർത്തനം 3-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് കാണുന്നതാണ്. അങ്ങനെ സൂക്ഷിച്ച് നോക്കിയെന്ന് പറയുന്നത്. സൂക്ഷിച്ച് നോക്കിയപ്പോൾ പത്രോസ് അപ്പോസ്തലനുടനെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു, അതായത് ഇവനെ സൗഖ്യപ്പെടുത്തുക എന്നുള്ളത്. അതിൻ്റെ ഫലമായിട്ട് ഉടനെ പറയുകയാണ്. അതാണ് അതിൻ്റെ ആദ്യത്തെ. പക്ഷെ നമ്മളിപ്പോൾ 13-ാമത്തെ വാക്യം തൊട്ടാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഉടനെ പത്രോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞിങ്ങനെ പറയുകയാണ്, കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നീ എഴുന്നേറ്റ് നടക്കുക. എൻ്റെ അടുത്ത് വെള്ളിയോ സ്വർണ്ണമൊന്നുമില്ല, അതാണ് പ്രധാനപ്പെട്ട. കാരണം ഇയാൾ ചോദിക്കുന്നത് സൗഖ്യമൊന്നുമല്ല, ഇയാൾ ചോദിക്കുന്നത് കുറച്ച് സാമ്പത്തികമായ സഹായങ്ങളൊക്കെയാണ്. അപ്പോൾ ആ സമയത്ത് പത്രോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പറയുന്നതാണ്, യേശുവിൻ്റെ നാമത്തിൽ നീ സൗഖ്യപ്പെടുക എന്നുള്ളത്. അതൊരു വലിയ സംഭവമായിട്ട് മാറി. പിന്നെ ഈ മനുഷ്യനാണെങ്കിൽ അപ്പോസ്തലന്മാരുടെ പുറകെ നിന്ന് പോകുന്നില്ല, അവരുടെ കൂടെ ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ആൾക്കാരൊക്കെ ഇയാളെ അറിയാം, ഇയാൾ പതിവായിട്ട് അവിടെ കിടന്നിരുന്ന മനുഷ്യനാണെന്നാണ് നമ്മുടെ ഈ അപ്പോസ്തല പ്രവർത്തനം എന്നുള്ള പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആളുകളിങ്ങനെ തടിച്ചുകൂടി നിൽക്കുന്ന സമയത്ത് ഈ സോളമൻ്റെ മണ്ഡപത്തിൽ അങ്ങോട്ട് പത്രോസ്ലിഹ അങ്ങോട്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ് വീണ്ടും അങ്ങോട്ട് പ്രസംഗിക്കുകയാണ്. അപ്പോൾ ഇവിടെ സൗഖ്യം കൊടുത്തതിന് ശേഷം പിന്നെ ആത്മാവ് വീണ്ടും ഒരു പ്രചോദനം കൊടുത്തിട്ട് പത്രോസ് അപ്പോസ്തലൻ അവിടെ നിന്നാണ് പ്രസംഗിക്കുന്നത്. ആ പ്രസംഗമാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത്. ആ പ്രസംഗത്തിൻ്റെ കാതലായ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കാതലായ കാര്യങ്ങൾ ഇതാണ്, അതായത് അബ്രാഹത്തിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം, നമ്മുടെ പൂർവ്വപിതാക്കന്മാരുടെ ദൈവം ഈശോയെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ടാണ് തുടങ്ങുന്നത്. എന്നിട്ട് പിന്നെ പറഞ്ഞെന്താണ്, പക്ഷേ ഈ ഈശോയെ നിങ്ങൾ
പീലാത്തോസിൻ്റെ കൈകളിലേക്ക് കൊല്ലാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തു. പീലാത്തോസ് വന്നിട്ട് യേശുവിനെ കൊല്ലാതിരിക്കാനായിട്ട് പരിശ്രമിച്ചിട്ടും നിങ്ങൾ നിർബന്ധിപ്പിക്കുകയാണ് ചെയ്തതെന്ന് ഇവിടെ പറയുന്നുണ്ട്. എന്നിട്ട് അതിന് പകരം പീലാത്തോസ് അങ്ങനെ യേശുവിനെ കൊല്ലാതിരിക്കാനായിട്ടുള്ളൊരു പോംവഴിയായിട്ടാണ് പെസഹാക്കാലത്ത് നിങ്ങൾക്കൊരു ജയിൽവാസിയെ വിട്ടു തരാറുണ്ടല്ലോ, അപ്പോൾ ഞാൻ ഈശോയെ വിട്ടു തന്നിട്ടും ചോദിച്ചിട്ടും ഞങ്ങൾക്ക് വേണ്ട, ഞങ്ങൾക്ക് കൊലയാളിയായ ബറാബാസിനെ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റെടുക്കുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ പത്രോസ് അപ്പോസ്തലൻ ഈ പ്രസംഗത്തിൽ അങ്ങോട്ട് ഉൾക്കൊള്ളുകയാണ്. എന്നിട്ട് പറയുന്നതാണ്, നിങ്ങളപ്പോൾ ആരെയാണ് തള്ളിക്കളഞ്ഞതെന്ന് നിങ്ങൾക്കറിയില്ല, ശരിക്കും നീതിമാനും പരിശുദ്ധനുമായ ഈശോയാണ്. പിന്നെ പറയുന്നവന് ജീവൻ്റെ ഉറവിടത്തെയാണ്, ഓഥർ ഓഫ് ലൈഫ്, നമ്മുടെ ജീവൻ്റെയൊക്കെ ഉറവയായ ദൈവത്തെയാണ്. ഓഥർ ഓഫ് ലൈഫ് എന്ന് പറയുന്നത് ദൈവമാണല്ലോ, ആ ദൈവത്തെയാണ് നിങ്ങൾ കൊന്നതെന്ന് പറയുന്നത്. പക്ഷേ ദൈവം അവനെ 3-ാം ദിവസം ഉയർപ്പിച്ചു എന്നാണ് പ്രസംഗത്തിൽ ഇങ്ങനെ പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. ഞങ്ങൾ ഈ കാര്യത്തിനൊക്കെ സാക്ഷികളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ അപ്പോസ്തലന്മാർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ദൗത്യം അതാണ്, നീ കണ്ടതൊക്കെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളണം. നിങ്ങൾക്ക് എന്നെ ഇതൊക്കെ കണ്ട് സാക്ഷ്യപ്പെട്ടതാണല്ലോ, അപ്പോൾ ആ സാക്ഷ്യം നിങ്ങൾ ജെറൂസലത്തിൽ തുടങ്ങി. അതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ പ്രത്യേകമായിട്ട് പറയുന്നത്. അപ്പോൾ ജെറൂസലമത്തിൽ നിന്ന് ആരംഭിച്ച് ലോകം മുഴുവനും പോയിട്ട് അറിയിക്കണമെന്നാണ് ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായം 44 വട്ടമൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ മറ്റൊന്നുമല്ല, ഒരു കാര്യം പറഞ്ഞാൽ നിങ്ങൾ അറിവില്ലായ്മ കൊണ്ടാണ്. നിങ്ങൾ ആരെയാണ് ചെയ്യുന്നത്, എന്താണ് ദൈവത്തോടാണ് ഈ കളിക്കണതെന്ന്. കാരണം പത്രോസ് അപ്പോസ്തലൻ ഓർമ്മിപ്പിക്കുന്നതാണ്, പ്രവാചകന്മാർ വഴി അല്ലെങ്കിൽ മോശയുടെ നിയമം വഴിയും പ്രവാചകന്മാർ വഴിയും സങ്കീർത്തനങ്ങൾ വഴിയൊക്കെ ഇങ്ങനെ, അതാണ് ഈശോ വീണ്ടും ഈ ലൂക്കായുടെ സുവിശേഷത്തിൽ 24-ാം അധ്യായത്തിൽ 44-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അതായത് മോശയുടെ നിയമം വഴിയും പ്രവാചകന്മാർ വഴിയും സങ്കീർത്തനങ്ങൾ വഴിയൊക്കെ പറഞ്ഞിട്ടുള്ളത് നിറവേറണ്ടേ. അപ്പം ഒരു മിശിഹ വരുമെന്ന്, ആ മിശിഹ ഇങ്ങനെ മിശിഹായ സഹിക്കുകയും മരിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുന്നുള്ള ഒരു എഴുതപ്പെട്ട നിയമമുണ്ട്. ആ എഴുതപ്പെട്ടത് സംഭവിക്കാൻ വേണ്ടി ഇതൊക്കെ സംഭവിച്ചത്. പക്ഷേ എങ്കിൽ തന്നെയും നിങ്ങൾ ചെയ്തതിനെ ഇത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അറിവില്ലായ്മ കൊണ്ട് ചെയ്തതായിരിക്കും. അപ്പം അതുകൊണ്ട് ദൈവം നിങ്ങൾ പശ്ചാത്തപിക്കുക, അതാണ് മർമ്മപ്രധാനമായ കാര്യം. പശ്ചാത്തപിക്കുക, എന്നിട്ട് നിങ്ങൾക്ക് ഈശോയിൽ വിശ്വസിക്കുക, ഈശോയിൽ വിശ്വസിച്ചുകൊണ്ട് പശ്ചാത്തപിക്കുക, അപ്പോൾ അതനുസരിച്ച് പാപമോചനം കിട്ടും. ഇതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അത് മാർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 15-ാമത്തെ വാക്യത്തിൽ അങ്ങനെ ഈശോ തൻ്റെ പരസ്യജീവിതം ആരംഭിക്കുമ്പോൾ പറയുന്നുണ്ട്. അതായത് അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. അപ്പോൾ സ്വർഗരാജ്യത്തിലേക്കുള്ള വിളിയാണ് ഈശോയുടെ വരവ്. ആ വരവ് എങ്ങനെയാണ് സംഭവിക്കണമെന്നുള്ളതാണ് നമ്മളിപ്പോൾ ഈ നമ്മുടെ ഈശോയുടെ പീഡാനുഭവ കാലങ്ങളൊക്കെ ധ്യാനിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയെടുത്തത്. ഈശോയുടെ ആ പീഡാനുഭവം, അത് മിശിഹ വന്ന് പാപങ്ങൾക്ക് പരിഹാര ബലി ചെയ്യണം എന്നുള്ള ആ ഒരു ദൈവത്തിൻ്റെ തീരുമാനങ്ങൾ പ്രവചിച്ചിരുന്നത് പോലെ ഈശോയിൽ നിറവേറി ഈശോയുടെ നാമം വഴി അങ്ങനെ നമ്മൾ രക്ഷപ്പെടുമെന്നുള്ളതാണ് ഇന്നത്തെ കാതലായ ധ്യാന വിഷയം. അപ്പോൾ അത് പിന്നെ അതിന് നമ്മളെല്ലാവരും അങ്ങനെ പാപികളാണ്. പാപികളായി നമുക്ക് ഈ പാപത്തിൻ്റെ കെടുതിയിൽ നിന്ന് നമുക്ക് എങ്ങനെ മോചനം ലഭിക്കും എന്ന് ചോദിച്ചാൽ, അതുകൊണ്ടാണ് യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നത്, ഈ യോഹന്നാൻ അപ്പോസ്തലൻ്റെ 1-ാമത്തെ ലേഖനത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഈശോ നമ്മുടെ പാപപരിഹാര ബലിയാണെന്ന്.
അപ്പോൾ ഈശോ നമ്മുടെ പാപപരിഹാര ബലിയായി പ്രവചിച്ചിരുന്നത് പോലെയൊക്കെ നിറവേറ്റി. അതുകൊണ്ട് അവനിൽ നമുക്ക് വിശ്വസിക്കാം. അവനിൽ വിശ്വസിക്കുമ്പോൾ തീർച്ചയായിട്ടും അവൻ്റെ കൽപ്പനകൾ നമ്മൾ പാലിക്കണമെന്ന് അവിടെ യോഹന്നാൻ അപ്പോസ്തലൻ പറയുന്നുണ്ട്. അപ്പോൾ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിതൊക്കെ എഴുതണമെന്നാണ് 2-ാമത്തെ അധ്യായത്തിൽ ആദ്യം തന്നെ യോഹന്നാൻ അപ്പോസ്തലൻ എഴുതി വെക്കുന്നത്. അപ്പം നിങ്ങൾ പാപം ചെയ്യാതിരിക്കുക. പാപം ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം പറയുന്നത് ഈശോയിൽ വിശ്വസിക്കുക, ഈശോയുടെ കൽപ്പനകളൊക്കെ പാലിക്കുക. കൽപ്പനകൾ പാലിക്കാതെ ഈശോയെ വിശ്വസിക്കുന്നു എന്നൊക്കെ പറയുന്നത് നുണയാണെന്നാണ് അവിടെ പറയണത്. അവനിൽ സത്യമില്ല എന്ന് പറയണത്. അപ്പോൾ ആരെല്ലാം ഈശോയുടെ വചനങ്ങൾ വിശ്വസിക്കുന്നു ആ മനുഷ്യനിൽ ദൈവത്തിൻ്റെ സ്നേഹം പൂർണ്ണത പ്രാപിച്ചിരിക്കുന്നു എന്നാണ് യോഹന്നാൻ അപ്പോസ്തലനോട് എഴുതി വെക്കുന്നത്. അപ്പോൾ യോഹന്നാൻ അപ്പോസ്തലനൊക്കെ ഈ ഈശോയിൽ കണ്ട പാപപരിഹാര ജീവിതത്തിൻ്റെ എല്ലാം സാക്ഷ്യപ്പെട്ട മനുഷ്യനാണ്. താൻ സാക്ഷ്യം വഹിച്ച മനുഷ്യൻ. ആ സാക്ഷ്യം അനുസരിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ പാപജീവിതത്തിന് വിടുതലുണ്ടോ, മോചനമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഉത്തരമാണ് ഈശോ. ഈശോയിൽ വിശ്വസിക്കുക, ഈശോ പഠിപ്പിച്ച കാര്യങ്ങളൊക്കെ വിശ്വസിച്ച് അത് നിറവേറ്റുക, അതിനുള്ള കൃപകളും വരങ്ങളൊക്കെ ചോദിക്കുക. അതുകൊണ്ടാണ് ഇന്ന് ഇതൊക്കെ സാധിക്കുമോ എന്നൊരു ചോദ്യമുണ്ട്. ഇത് ഈശോ പഠിപ്പിച്ചതൊക്കെ ജീവിക്കാൻ സാധിക്കുമോ? അതുകൊണ്ടാണ് ഈശോ ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ജെറൂസലം വിട്ടു പോകരുത്, പിതാവ് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ ശക്തി കാത്തിരിക്കുവിൻ. ആ ശക്തി ധരിക്കുന്നവരെയും നിങ്ങൾ ജെറൂസലേമത്തിൽ നിൽക്കണം. അങ്ങനെയാണ് ആ പെന്തക്കോസ്ത ദിനം വരെയും പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ അപ്പോസ്തലന്മാർ സെഹ്യോൻ ഊട്ടുശാല ധ്യാനിച്ചിരുന്നത്. അപ്പം 40-ാം നാൾ ഈശോ സ്വർഗാരോഹണം ചെയ്തു. അതൊക്കെ നമ്മൾ ആഘോഷിക്കാൻ പോകണുള്ളൂ. പിന്നെ 50-ാം നാളാണ്. അങ്ങനെ ആ 10 ദിവസം 40 ദിനരാത്രങ്ങൾ കഴിഞ്ഞതിന് ശേഷം. അപ്പോൾ ഇന്ന് ഈശോ ഉയർത്തെഴുന്നേറ്റ ഈശോ തന്നെ അങ്ങോട്ട് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 35 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ കാണുന്നത്. 45-48 വരെ. അവിടെ ലൂക്കാ സുവിശേഷകൻ എഴുതി വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധേയമാണ്. അപ്പോൾ അതായത് ജെറൂസലേമത്തിൽ നിന്ന് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ വഴിക്ക് വെച്ച് ഈശോയെ കണ്ടെത്തി. ഈശോയെ അവർ നിർബന്ധിച്ച് തൻ്റെ വീട്ടിലോട്ടൊക്കെ ക്ഷണിച്ച് ഈശോ അവരോടുകൂടി ഇങ്ങനെ ഭക്ഷണത്തിരുന്നപ്പോൾ അപ്പം മുറിച്ച് കഴിഞ്ഞപ്പോൾ അവരുടെ കണ്ണുകളൊക്കെ തുറന്നു. അത് നമുക്ക് വലിയൊരു പാഠമാണ്. പരിശുദ്ധ കുർബാനയ്ക്കൊക്കെ പോയി കഴിയുമ്പോൾ നമ്മുടെ ഒത്തിരി സംശയങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാത്ത അവസ്ഥകളിൽ നിന്നൊക്കെ ഒരു തുറവി, ഇതൊക്കെ കിട്ടുന്ന ഒരു വലിയൊരു വേദിയാണ് പരിശുദ്ധ കുർബാനയെന്ന് ഈ തിരുവചനം നമ്മളെ വെളിപ്പെടുത്തുന്നത്. മാവൂസിലെ ശിഷ്യന്മാരങ്ങനെ ഒന്നിച്ചിരുന്നിങ്ങനെ ഭക്ഷണം കഴിച്ചു. ഈശോ ഇങ്ങനെ വിട്ടു പോകാൻ പോയതാണ് അവരെ. അപ്പോൾ ഈശോയെ അവർ നിർബന്ധിച്ച്, വേണ്ട ഞങ്ങളുടെ കൂടെ രാത്രിയായില്ലേ എന്ന് പറഞ്ഞ് അങ്ങനെ അവരോട് ഭക്ഷണം കഴിച്ചപ്പോഴാണ് ഈശോ ഇങ്ങനെ അപ്പമെടുത്ത് മുറിച്ചപ്പോൾ അവരുടെ കണ്ണു തുറന്നു. പിന്നെ ഈശോ അവിടെ നിന്ന് അപ്രത്യക്ഷമായെന്നാണ് സുവിശേഷത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. ഈ ലൂക്കായുടെ സുവിശേഷം 24-ാം അധ്യായത്തിൽ 40 തൊട്ടുള്ള വചനങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതിനിടയ്ക്ക് വഴിയിൽ വെച്ച് ഇവരുടെ സംശയങ്ങളൊക്കെ മാറ്റാനായിട്ട് വളരെയധികം ഈശോ പ്രവാചകന്മാരെയും മോശത്തിൻ്റെ നിയമത്തെയും സങ്കീർത്തനങ്ങൾ പറഞ്ഞതൊക്കെ ഇങ്ങനെ വ്യാഖ്യാനിച്ചു. അപ്പോൾ ഒരു സംഭവം ഉണ്ടായെന്ന് അവർ എപ്പോഴും പറയുന്നുണ്ട്. അതായത് ഹൃദയം ജ്വലിച്ചു എന്ന് പറഞ്ഞാൽ ഈശോയുടെ വചനം കേട്ടപ്പോൾ ഹൃദയം ജ്വലിച്ചു. അപ്പം നമ്മളിപ്പോൾ പ്രാർത്ഥിക്കേണ്ട ഒരു പ്രത്യേക കാര്യം അതാണ്. നമ്മൾ ദൈവവചനമൊക്കെ കേൾക്കുമ്പോൾ ഹൃദയം ജ്വലിക്കാനുള്ള കൃപ തരണം എന്ന് പറയണം. അത് ഈശോ നമ്മുടെ അടുത്തോട്ട് വന്നാലേ നമുക്കത് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ദേവാലയത്തിലൊക്കെ എല്ലാ ഞായറാഴ്ച അല്ലെങ്കിൽ എല്ലാ ദിവസമൊക്കെ കുർബാനയ്ക്കൊക്കെ പോകുമ്പോൾ നമ്മുടെ ഒരു പ്രാർത്ഥന, ഈശോയെ നിൻ്റെ വചനം കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം ജ്വലിക്കാനായിട്ടുള്ളൊരു കൃപ എനിക്ക് തന്നെയെന്ന് പറയണം. അങ്ങനെ കൃപ ജ്വലിച്ചാലേ നമുക്കൊരു ആത്മീയ വീര്യം ഉണ്ടാവുള്ളൂ.
ഇല്ലെങ്കിൽ നമ്മൾ മറ്റു മനുഷ്യരും നമ്മളുമായിട്ട് യാതൊരു വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അവരെപ്പോലെ തന്നെ നമ്മളായിരിക്കും. നമ്മളൊരു വ്യത്യസ്തരായ മനുഷ്യർ, ദൈവം കൂടെ ജീവിക്കുന്നൊരു മനുഷ്യൻ. നമ്മുടെ പൂർവ്വപിതാവായ ജോസഫിനെ പറ്റി പറഞ്ഞതല്ലേ, അവനോടുകൂടെ ദൈവം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ദാവീദിനെ പറ്റി പറഞ്ഞു, അവനോടുകൂടെ ദൈവം ഉണ്ടായിരുന്നു. ആ ഒരു ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ളത് നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ വാക്കിൽ, നമ്മുടെ ആ ഓരോരോ കാര്യങ്ങളിലും വളരെ പരിശുദ്ധമായൊരു ജീവിതത്തിൻ്റെ സാക്ഷികളായിട്ട് നമ്മൾ മാറണം. അല്ലാണ്ട് ഈ എല്ലാവരും കാണിക്കുന്ന പോലെ നമ്മളും കാണിക്കുന്ന ഒരു ശൈലിയല്ല നമ്മുടെ ജീവിതം. നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധമായ ജീവിതമാണ്, വിശുദ്ധിയുടെ ജീവിതമാണ്, ഒരു സത്യത്തിൻ്റെ ജീവിതമാണ്, ഒരു നീതിയുടെ ജീവിതമാണ്. അതൊക്കെ ചെയ്യാൻ സാധിക്കുമെന്ന് വെച്ചാൽ സാധിക്കില്ല സാധാരണ. കാരണം പാപത്തിന് അടിമപ്പെട്ടിരിക്കുന്ന നമ്മളെ സംബന്ധിച്ച് നമുക്കൊരു മോചനം കിട്ടണം. ആ മോചനം ഈശോയോട് കൂടുതൽ ചേർന്ന് നിൽക്കുമ്പോഴാണ് നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, നിങ്ങൾ ഈ അനുതാപത്തിൻ്റെയും പാപമോചനത്തിൻ്റെയും ഈ സുവിശേഷം ജെറൂസലേമിൽ നിന്ന് തുടങ്ങി ലോകം മുഴുവനും പോയി പ്രഘോഷിക്കണമെന്നാണ് ഈശോ അവരോട് അന്ന് പറഞ്ഞു കൊടുത്തത്. ഈശോ ഈ എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാർ തിരിച്ച് ജെറൂസലേമിൽ വന്നു കഴിഞ്ഞപ്പോൾ ഒരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ, അവർ എമ്മാവൂസിലേക്ക് പോയ സമയത്തുണ്ടായ ഈശോയെ കണ്ടുമുട്ടിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വേളയിലാണ് അപ്പോസ്തലന്മാരുടെ ഇടയിലോട്ട് ഈശോ എഴുന്നള്ളി വരുന്നത്. ഈശോ എഴുന്നള്ളി വന്ന് ഈശോ അവരോട്, അപ്പോൾ അവർ വിശ്വസിക്കുന്നൊന്നുമില്ല. ആ വിശ്വസിക്കായ്മ മാറ്റാനായിട്ട് ഈശോ എൻ്റെ കൈ കാണും, എൻ്റെ കാലിലെ മുറിവ് കാണും, എൻ്റെ പാർശ്വത്തിലെ മുറിവ് കാണുമെന്നൊക്കെ പറഞ്ഞ് അവരെ കാണിച്ചുകൊണ്ടതിന് ശേഷം, എന്നിട്ടും അവരുടെ മനസ്സിൽ അങ്ങനെ വിശ്വാസം അങ്ങോട്ട് ശരിക്കും വരാഞ്ഞുകൊണ്ട്, ഞാനൊരു ഭൂതമൊന്നുമല്ല, ഭൂതത്തിന് എന്നെപ്പോലെ ശരീരവും ഒന്നും ഉണ്ടാകത്തില്ല, അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യുന്ന, നിങ്ങളുണ്ടാക്കി വെച്ചു എന്തെങ്കിലും ഭക്ഷണം താന്ന് പറഞ്ഞു. എന്നിട്ട് ആ ഭക്ഷണം എടുത്തു കൊടുക്കുന്നു. ഒരു പൊരിച്ച കോഴിയെ, പൊരിച്ച മീനെടുത്ത് കൊടുക്കുന്നു. ഈശോ അത് അവരുടെ മുമ്പിൽ വെച്ച് തിന്നുന്നു. അപ്പോൾ ഒരു ഭൂതം അങ്ങനെ തിന്നില്ല എന്നൊക്കെയാണ് ഈശോ അവിടെ സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പം അങ്ങനെ ശരിക്കും പറഞ്ഞാൽ ഈശോ ഉയർത്തെഴുന്നേറ്റു, ഇന്നും ജീവിക്കുന്നു എന്നുള്ള ആ ഒരു സത്യം ബോധ്യപ്പെടുത്താനായിട്ടും അവരതിന് സാക്ഷികളായി തീരുവാനും, അവർ ആ സാക്ഷ്യം അവർ ലോകം മുഴുവനും, ജെറൂസലേമിൽ തുടങ്ങി ലോകം മുഴുവനും പോയി പ്രഘോഷിക്കാൻ വേണ്ടിയുള്ള ശക്തി, ഇതെങ്ങനെ സാധിക്കുമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ശക്തി വേണമെന്ന് പറയണം. ആ ശക്തി പിതാവ് തരും. കാരണം ഈശോയിൽ വിശ്വസിക്കുന്ന മക്കൾക്ക് ദൈവം തരുന്നൊരു വലിയൊരു സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവില്ലാതെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാനിപ്പോൾ ഇതിങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി കിട്ടിയോണ്ട് എങ്ങനെയൊക്കെ സംസാരിക്കാനൊക്കെ സാധിക്കുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എല്ലാവർക്കും തരും. ഈശോയിൽ വിശ്വസിക്കുന്ന, ഈശോയെ സ്നേഹിക്കുന്ന, ഈശോ വന്നത് എൻ്റെ പാപത്തിന് പരിഹാരമായിട്ടാണ്, ഈശോ എൻ്റെ പാപപരിഹാരം ബലിയായിട്ട് ഓരോ ദിവസവും ദൈവബലിയിൽ എനിക്കതിന് പൊറുതി കിട്ടുന്നു, എന്നെ വിശുദ്ധീകരിക്കുന്നു, എന്നെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറക്കുന്നു, എൻ്റെ അശുദ്ധിയൊക്കെ മാറ്റുന്നു, അശുദ്ധാത്മാവിനെ നിന്ന് ബഹിഷ്കരിക്കുന്നു, ശുദ്ധാത്മാവിനെ കൊണ്ട് എന്നെ നിറയ്ക്കുന്നു എന്നുള്ള വലിയ ബോധ്യങ്ങൾ നമുക്ക് ലഭിക്കണം. അത് തരും, ഈശോ തരും. ദൈവത്തിൽ ആശ്രയിക്കുന്ന ആരെയും അവിടെ നിന്ന് കൈവിടുകയില്ല എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പഠിപ്പിക്കൽ തന്നെ. അങ്ങയിൽ ആശ്രയിക്കുന്നവർ, സങ്കീർത്തനം 34 വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു ഉൾക്കാഴ്ചയാണ്. ഇപ്പം 4-ാമത്തെ സങ്കീർത്തനങ്ങളെ പറയുന്നുണ്ട്. അതായത് ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു, അങ്ങ് എൻ്റെ എല്ലാ വിഷമങ്ങളും മാറ്റിയെന്നൊക്കെ പറയുന്ന ഇതൊക്കെ സങ്കീർത്തനങ്ങളൊക്കെ വായിച്ച് പഠിക്കണം. അതാണ് സങ്കീർത്തനത്തിൽ പറഞ്ഞിട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ മോശസിൻ്റെ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം മിശിഹായായ ഈശോയിൽ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള സത്യമാണ് ലോകം മുഴുവനും നമ്മൾ പ്രഘോഷിക്കാനായിട്ട് തയ്യാറാകേണ്ടത്. എപ്പോൾ കിട്ടുന്ന അവസരങ്ങളിലൊക്കെ പറഞ്ഞോളണത്. പറഞ്ഞു കഴിയുമ്പോൾ ദൈവം നമ്മളെ മഹത്വപ്പെടുത്തും. കാരണം മത്തായി 10:32 പറയില്ലേ, എന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ അംഗീകരിച്ച് പറയുക. എന്നെ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ, നമ്മളെ തന്നെ അംഗീകരിച്ച് പറയാനല്ല നോക്കേണ്ടത്. പലരും ഈ പിശാചിൻ്റെ കെണിയിൽപ്പെട്ടിട്ട് അവരവരെ തന്നെ മഹത്വപ്പെടുത്താൻ നോക്കും. അത് ദൈവാരൂപിയില്ലാത്തതിൻ്റെ ഒരു പ്രവർത്തനമാണ്. ദൈവാത്മാവുള്ളവർ, അശുദ്ധാത്മാവുള്ളവരാണ് അങ്ങനെ സ്വയം പേരും പെരുമയും ഉണ്ടാക്കാമെന്ന് നോക്കുക. ദൈവാത്മാവുള്ളവർ ഒരിക്കലും അങ്ങനെ പറയില്ല. ദൈവാത്മാവുള്ളവരൊരിക്കലും എല്ലാവരും ചെയ്യുന്നത് ഈശോയെ ഉയർത്തിപ്പിടിക്കാൻ നോക്കും, ഈശോയുടെ പഠിപ്പിക്കലൊക്കെ പഠിപ്പിക്കാൻ നോക്കും. കാരണം അതിലൂടെയാണ്
ദൈവാത്മാവിനെ കിട്ടലും അനുതാപം കിട്ടലും പിന്നെ പാപമോചനം കിട്ടലും അതിലോട്ടൊക്കെ നമ്മളെ നയിക്കുന്ന ഒരു പ്രേരക ശക്തിയായി നമുക്ക് കിട്ടുന്ന ഒരു വലിയൊരു ശക്തിയാണ്. അതാണ് ഈശോയെ അംഗീകരിക്കുക, ഈശോയുടെ നാമം പ്രഘോഷിക്കുക, ഈശോയുടെ നാമത്തിൽ വിശ്വസിക്കുക. അത് ആരുടെ മുമ്പിൽ പറയാനായിട്ട് ഒരു ശക്തി ചോദിക്കുക. ദൈവം ചോദിക്കുമ്പോഴൊക്കെ തരും. മത്തായി 7:7 പറയുന്ന പോലെ. അപ്പോൾ അതിനുള്ള എല്ലാ കൃപകളും ഈ ഉയർപ്പിൻ ഞായറാഴ്ചയുടെ 3-ാമത്തെ ഞായറാഴ്ചയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഇതിൽ പങ്കെടുക്കുന്ന നമുക്കോരോരുത്തർക്കും ദൈവം പ്രദാനം ചെയ്തിട്ട് അതുവഴി ഒത്തിരി സൗഖ്യങ്ങൾ, ഒത്തിരി സമാധാനങ്ങൾ, ഒത്തിരി വിടുതൽ, ഒത്തിരി സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ നിന്നുള്ള മോചനങ്ങൾ, അങ്ങനെ എല്ലാം കിട്ടി ഒരു വിശുദ്ധ ജനം, ദൈവത്തിൻ്റെ ഒരു പ്രത്യേക തിരഞ്ഞെടുക്കപ്പെട്ട മക്കളായിട്ട് നമുക്ക് ഈ ലോകത്തിന് മുമ്പിൽ മറ്റു മക്കളുടെ മുമ്പിൽ നമുക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. സത്യവിശ്വാസം ഇതാണ് എന്നും അവർ കാണിച്ചു കൊടുക്കാൻ സാധിക്കണം. അതിനുള്ള എല്ലാ കൃപകളും ദൈവം തരും. ദൈവത്തിൽ ആശ്രയിച്ചാൽ മതി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധൻ്റെ നാമത്തിൽ ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഹല്ലേലൂയ.